പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ ബി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ സോൾവ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Given the mean and variance of binomial distribution as 6 and 4.2 respectively, find probability of x is equal to 10 and probability of 0 less than x less than 3. അപ്പോൾ ഇവിടെ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസുമാണ് തന്നിരിക്കുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എൻ പി. അപ്പോൾ എൻ പി ഇസ് ഈക്വൽ ടു 6 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് വേരിയൻസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എൻ പി ക്യു. അപ്പോൾ എൻ പി ക്യു എന്ന് പറഞ്ഞാൽ 4.2 തന്നിട്ടുണ്ട് അല്ലേ. അതിനുശേഷം നമ്മളോട് രണ്ട് പ്രോബബിലിറ്റീസാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ട് എന്ത് കാണണമെങ്കിലും, എന്ത് പ്രോബബിലിറ്റി കാണണമെങ്കിലും നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ രണ്ട് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. അതായത് എന്നിൻ്റെ വാല്യൂ എന്താണ്, പിൻ്റെ വാല്യൂ എന്താണ്, ഇതാണ് അതിൻ്റെ രണ്ട് പാരാമീറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ക്വസ്റ്റ്യനിൽ എൻ പിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എൻ പി ക്യൂവിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിന്ന് എങ്ങനെയാണ് നമ്മൾ എന്നും പിയും കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് വേരിയൻസ് ഡിവൈഡഡ് ബൈ മീൻ ചെയ്യുകയാണ്. അതായത് എൻ പി ക്യു ഡിവൈഡഡ് ബൈ എൻ പി ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു what is NPQ? It is 4.2 divided by 6. ഇങ്ങനെ ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇവിടുന്ന് ഈ എൻ പി എന്ന് പറഞ്ഞ ടേമുകളെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ഉണ്ടാവുക, ക്യൂ ആണെന്നുണ്ടാവും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ക്യൂ ഇസ് ഈക്വൽ ടു 4.2 ഡിവൈഡഡ് ബൈ 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.7. അപ്പോൾ നമുക്കിവിടെ ക്യൂവിൻ്റെ വാല്യൂ കിട്ടി. ക്യൂ ഇസ് ഈക്വൽ ടു 0.7 എന്ന് കിട്ടി അല്ലേ. ഇനി ക്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അറിയുന്നൊരു കാര്യമാണ്, ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പി പ്ലസ് ക്യൂ ഈസ് ഓൾവേസ് ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് വാട്ട് ഈസ് പി? പി ഈസ് ഈക്വൽ ടു 1 മൈനസ് ക്യൂ, ഓർ പി ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.7 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ പിയുടെ വാല്യൂ കിട്ടി. അടുത്തതായിട്ട് നമുക്ക് എന്നിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് എൻ പി ഇസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ റിസൾട്ടിൽ നമുക്ക് പിയുടെ സ്ഥാനത്ത് 0.3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് എൻ പി ഇസ് ഈക്വൽ ടു 6. അപ്പോൾ ഇവിടെ ഞാൻ പിയുടെ സ്ഥാനത്ത് 0.3 കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് എൻ ഇൻറ്റു 0.3 ഇസ് ഈക്വൽ ടു 6. അപ്പോൾ വാട്ട് ഈസ് എൻ? then n is equal to 6 divided by 0.3, that is equal to 20. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് 20 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സായി n is equal to 20 എന്നും അറിയാം, p is equal to 0.3 എന്നും നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പി എം എഫ് എഴുതും. അതായത് പി എം എഫ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് probability that capital X is equal to small x. അതിന് ഉള്ള എക്സ്പ്രഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പി എം എഫ് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞ ഫോമിലാണ്. അപ്പോൾ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 20 വന്നിരിക്കുന്നത്. അപ്പോൾ 20 സി എക്സ് പി റേസ് ടു എക്സ്, പി ഇസ് 0.3 റേസ് ടു എക്സ്, ആൻഡ് ക്യൂ നമുക്ക് നേരത്തെ കിട്ടിയതാണ് 0.7 റേസ് ടു 20 മൈനസ് എക്സ്, വേർ എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2, 3 അപ് ടു 20. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പി എം എഫ് കിട്ടിയിരിക്കുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രോബബിലിറ്റി ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 10 എന്ന് കാണാനാണ്. അപ്പോൾ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എക്സിനുള്ള എക്സ്പ്രഷൻ നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഞാൻ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 10 കൊടുത്താൽ മതി. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 20 സി 10, 0.3 റേസ് ടു 10, 0.7 റേസ് ടു 20 മൈനസ് 10. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ദിസ് ഇസ് ഈക്വൽ ടു 0.0
3 എന്നുള്ള ആൻസറാണ് ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ 0-ൻ്റെയും 3-ൻ്റെയും ഇടയിൽ കിടക്കണം എന്നാണ് പറയുന്നത്. 0ഉം 3ഉം ഇൻക്ലൂഡഡ് അല്ല. അപ്പം എക്സിൻ്റെ വാല്യൂ 0-ൻ്റെയും 3-ൻ്റെയും ഇടയിൽ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം എക്സിന് എടുക്കാൻ പറ്റുന്നത് 0-ൻ്റെയും 3-ൻ്റെയും ഇടയിൽ ഏതൊക്കെ വാല്യൂസേ ഉള്ളൂ. 1 എടുക്കാം അല്ലെങ്കിൽ 2 എടുക്കാം അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഇവിടെ ആഡ് ചെയ്തിട്ടാണ് പോകേണ്ടത് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 നമുക്കത് ഇവിടെ നോക്കിയിട്ട് എഴുതാം. 20c1 0.3 raised to 1 0.7 raised to 20 minus 1 plus probability of x is equal to 2 is 20c2 0.3 raised to 2 0.7 raised to 20 minus 2. This is equal to 0.034 എന്നാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേരിയൻസ് ഓഫ് എ പോയ്സോൺ റാൻഡം വേരിയബിൾ എക്സ് ഇസ് 3. റൈറ്റ് ദ PMF ഓഫ് എക്സ്. ഒബ്റ്റെയിൻ ദ മീൻ ഓഫ് എക്സ് ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഇവിടെ ഒരു പോയ്സോൺ റാൻഡം വേരിയബിളിൻ്റെ വേരിയൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ വേരിയൻസ് ഓഫ് എ പോയ്സോൺ റാൻഡം വേരിയബിൾ എക്സ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ഇസ് ഈക്വൽ ടു വേരിയൻസ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് പാരാമീറ്റർ എം. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മീനും വേരിയൻസും അതിൻ്റെ പാരാമീറ്ററിന് തുല്യമായിരിക്കും. അപ്പോൾ വേരിയൻസ് 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദാറ്റ് ദ പാരാമീറ്റർ എം ഇസ് ഈക്വൽ ടു 3. എൻ്റെ പാരാമീറ്റർ എം 3 ആണ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ദ റാൻഡം വേരിയബിൾ എക്സ് ഫോളോസ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ 3. ഇങ്ങനെയാണ് അതിൻ്റെ നൊട്ടേഷൻ അല്ലേ. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ 3 ആണ് എക്സ് ഫോളോ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പം ഒരു പോയ്സോൺ റാൻഡം വേരിയബിളിൻ്റെ PMF എഫ് ഓഫ് എക്സ് എം ആണ് പാരാമീറ്റർ എങ്കിൽ ദറ്റ് ഈസ് ഓഫ് ദ ഫോം ഇ റേസ് ടു മൈനസ് എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ 3 ആണ് പാരാമീറ്റർ. അപ്പോൾ അതിൻ്റെ PMF എന്തായിരിക്കും? PMF എഫ് ഓഫ് എക്സ്. നമുക്ക് എഫ് ഓഫ് എക്സിനെ പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് എന്ന് കൂടി എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം ദറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് 3 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആൻഡ് എക്സ് എടുക്കുന്ന വാല്യൂസ് 0 1 2 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി മീൻ ഓഫ് എക്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. മീനും വേരിയൻസും തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് പറയാം മീൻ ഇസ് ഓൾസോ ഈക്വൽ ടു 3. പിന്നെ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലേ. അപ്പോൾ ആ പ്രോബബിലിറ്റി നമുക്ക് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1-നെക്കാട്ടും കൂടുതലാവുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാവാം? 2 3 4 എക്സെട്ര അങ്ങനെ ഇൻഫിനിറ്റ് ടേമുകൾ വരാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 അങ്ങനെ ഇൻഫിനിറ്റ് ടേമുകളുടെ സമ്മാണ് കാണേണ്ടി വരും. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇതിൻ്റെ കോംപ്ലിമെൻ്റായി വരുന്ന ഇവൻ്റ് എഴുതാം. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1ൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ റിസൾട്ടാണ് നമ്മളോട് ഉപയോഗിക്കാൻ പോകുന്നത്. അങ്ങനെ ചെയ്താൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1 1-നെക്കാട്ടോ കുറവോ എന്ന് പറഞ്ഞാൽ എക്സിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാം? എക്സിന് 0 എടുക്കാം അല്ലെങ്കിൽ എക്സിന് 1 എടുക്കാം അല്ലേ. നമുക്കിങ്ങനെ എഴുതാം. ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? ഇ റേസ് ടു മൈനസ് 3
3 raised to 0 by 0 factorial plus probability of x is equal to 1 എന്ന് പറഞ്ഞാൽ e raised to minus 3 3 raised to 1 by 1 factorial ഇങ്ങനെയാണ് വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് നമ്മൾ കണ്ടിട്ടുണ്ട് 3 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 0 ഫാക്ടോറിയലും 1 ആണ്. അപ്പോൾ ആദ്യത്തെ ടേമിൽ എന്തേ ഉണ്ടാവുള്ളൂ? e raised to minus 3 പ്ലസ് അടുത്ത ടേമിൽ 3 ഇൻറ്റു e raised to minus 3 എന്ന് വരും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 4 e raised to minus 3 എന്നാണ് വരാൻ പോകുന്നത് അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 4 ഇൻറ്റു e raised to minus 3യുടെ വാല്യൂ കാണണം. അത് നമ്മൾ e raised to minus mൻ്റെ വാല്യൂസ് വരുന്ന ടേബിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിളിൽ e raised to minus mൻ്റെ വാല്യൂസ് ആണ് തരിക. അപ്പോൾ m 3 ആവുമ്പോൾ e raised to minus mൻ്റെ വാല്യൂ വരുന്നത് 0.0498 എന്നാണ്. ദിസ് ഈസ് 0.0498 വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 0.8008. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കംപ്ലീഷൻ ടൈം എക്സ് ഓഫ് എ സർട്ടൺ ജോബ് is normally distributed with mean 8 hours and with variance 4 hours. What are the probabilities to complete the job within 6 hours with more than 12 hours? ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് കംപ്ലീഷൻ ടൈം എക്സ് ഓഫ് എ സർട്ടൺ ജോബ്. അപ്പോൾ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമാണ് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ ടൈം അല്ലേ, കംപ്ലീഷൻ ടൈം എക്സ്. അത് ഫോളോ ചെയ്യുന്നത് എക്സ് ഇവിടെ ഫോളോ ചെയ്യുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷനാണ്? ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ മ്യൂ എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 8 hours എന്നാണ്. ആൻഡ് അതിൻ്റെ വേരിയൻസ് അതായത് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് 4 hours എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സിഗ്മ സ്ക്വയർ 4 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുന്നത് √4 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്കിവിടെ മ്യൂ എന്താണ് എന്നറിയാം, സിഗ്മ എന്താണെന്ന് അറിയാം. ദെൻ വി ക്യാൻ റൈറ്റ് എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ എന്നാണ് നമ്മൾ എഴുതാറ്. അപ്പോൾ മ്യൂ വന്ന സ്ഥാനത്ത് ഇവിടെ 8ഉം സിഗ്മ വന്ന സ്ഥാനത്ത് എന്താ വന്നിരിക്കുന്നത്? 2ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു നോർമൽ റാൻഡം വേരിയബിൾ ഉണ്ട്. ഇഫ് എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ എന്നുണ്ടെങ്കിൽ, അതേപോലെ ഇവിടെ എക്സ് ഫോളോസ് n82 ആണുള്ളത്. അപ്പോൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അവരെ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ ആക്കിയിട്ടാണ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ എന്താക്കി മാറ്റും? ഇതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആക്കിയിട്ട് മാറ്റാൻ പോവുകയാണ്. ദാറ്റ് ഈസ് സെഡ് കാണുക എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് മ്യൂ മൈനസ് ചെയ്യും ഡിവൈഡഡ് ബൈ സിഗ്മ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളാണ്. അപ്പോൾ നമുക്കിവിടെ എക്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് നോർമൽ നമുക്ക് എഴുതാം സെഡ്. ഹിയർ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മീൻ മ്യൂ എന്ന് പറഞ്ഞാൽ 8 ആണ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് 2. ദിസ് ഫോളോസ് n0. ഇതാണ് നമ്മളിവിടെ ആദ്യം ഉപയോഗിക്കാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 8/2 ഫോളോസ് n01. ഇത് നമുക്കറിയാം. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു പ്രോബബിലിറ്റി കാണാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ പ്രോബബിലിറ്റി ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ടു കംപ്ലീറ്റ് ദ ജോബ് വിത്തിൻ 6 hours. അപ്പം വിത്തിൻ 6 hours ജോബ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കംപ്ലീഷൻ ടൈം എക്സ് അല്ലേ, എക്സിൻ്റെ ടേംസിൽ ആ ക്വസ്റ്റ്യനെ മാറ്റാം. കംപ്ലീഷൻ ടൈം എക്സ് എന്താണ്? 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ തീർക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനെ മാറ്റി എഴുതാം. അപ്പോൾ എന്താണ് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതായത് എക്സിനെ സ്റ്റാൻഡേർഡ് നോർമൽ ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സിന്ന് 8 മൈനസ് ചെയ്യണം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? എക്സ് -8 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യുന്നു.
ഇപ്പോൾ എക്സിന് എന്ത് മാറ്റം വരുത്തിയോ അത് അതിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പറിലും ചെയ്യണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, എക്സിന്ന് 8 മൈനസ് ചെയ്തു, അതേപോലെ 6 8 മൈനസ് ചെയ്തു, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ സൈഡിലും അതന്നെ ചെയ്താൽ അതിൻ്റെ എഫക്റ്റ് ക്യാൻസലായി അല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യണം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നമുക്ക് അറിയുന്ന കാര്യം എക്സ് മൈനസ് 8/2 എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ സെഡ് ആണ്. അപ്പോൾ ഞാൻ അതിനെന്തെഴുതി, ദിസ് ഈസ് പ്രോബബിലിറ്റി ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 മൈനസ് 8 ഇസ് -2, -2/2 ഈസ് -1. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിട്ട് മാറി, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എങ്ങനെ മാറി, സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന സ്റ്റാൻഡേർഡ് നോർമലുള്ളൊരു ക്വസ്റ്റ്യനായിട്ട് മാറി. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ആക്കിയാലാണ് നമുക്കൊരു പ്രോബ്ലം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതാണ് പ്രോബബിലിറ്റി ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 സ്റ്റാൻഡേർഡ് നോർമൽ കേർവിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് എടുത്തിട്ടുണ്ട്. ഇവിടെ സെഡ് ഇസ് ഈക്വൽ ടു 0 ആണ് വരുന്നത്, ഇവിടെ -∞ ആൻഡ് +∞ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ സെഡ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് പറഞ്ഞ പ്രോബബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് സെഡ് -1 എവിടെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഈ കേർവിൽ ഇവിടെ സെഡ് ഇസ് ഈക്വൽ ടു 0 അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നെഗറ്റീവ് വാല്യൂസ് വരിക. അപ്പോൾ -1 നമുക്കിതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വന്നിട്ടുണ്ടാവും. നമുക്കതൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം സെഡ് ഇസ് ഈക്വൽ ടു -1. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളത് മാർക്ക് ചെയ്തു. ദിസ് ഇസ് സെഡ് ഇസ് ഈക്വൽ ടു -1. അപ്പോൾ നമുക്ക് വേണ്ട പ്രോബബിലിറ്റി എന്താണ്, സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. അപ്പോൾ -1നെക്കാട്ടും -1 അതിനേക്കാട്ടും കുറവായിട്ടാണ് നമ്മളെ പ്രോബബിലിറ്റി വരേണ്ടത്. അപ്പോൾ -1നെക്കാട്ടും കുറവായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഈ ഏരിയയുടെ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അറിയുന്നൊരു കാര്യം, നമുക്കിപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും 0 മുതൽ സെഡ് വരെയുള്ള വാല്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുക. അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമ്മൾ എന്ത് ചെയ്താൽ മതി, പോസിറ്റീവ് വാല്യൂ മാത്രം നോക്കിയാൽ മതി. അപ്പം നമുക്ക് ഇപ്പോൾ ടേബിളിൽ നോക്കിയാൽ സെഡ് ഇസ് ഈക്വൽ ടു -1 to 0 ഈ ഏരിയയെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷെ നമുക്ക് ആവശ്യം ആ ഏരിയ അല്ല, നമുക്ക് എന്താണ് ഈ പോർഷനാണ് നമുക്ക് ആവശ്യം അല്ലേ. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യം, ഈ പകുതി ഏരിയ -∞ മുതൽ 0 വരെയുള്ള ഈ ഏരിയ എന്താണ്, എപ്പോഴും 0.5 ആണ്. അതിന്ന് ഞാൻ ഈ പോർഷൻ ടേബിൾ നോക്കി നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ, -1 മുതൽ 0 വരെയുള്ള പ്രോബബിലിറ്റി, ആ പോർഷൻ്റെ വാല്യൂ മൈനസ് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഈ ഏരിയയുടെ പ്രോബബിലിറ്റി നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അതിനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിനെ എങ്ങനെ മാറ്റി എഴുതുന്നു, ഈ ഏരിയനെ ഞാൻ പകുതി ഏരിയ ആദ്യം എടുക്കുന്നു. പകുതി ഏരിയ എന്ന് പറഞ്ഞാൽ -∞ to 0, ദറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് -∞ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0. ഇങ്ങനെ എഴുതിയാൽ എന്താണ്, -∞ മുതൽ 0 വരെയുള്ള ഏരിയ ആണ് ഈ പ്രോബബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്ന് ഞാൻ മൈനസ് ചെയ്യണം. ആരെയാണ് മൈനസ് ചെയ്യേണ്ടത്, -1 മുതൽ 0 വരെയുള്ള ഈ ഏരിയനെയാണ് നമ്മൾ മൈനസ് ചെയ്ത് കളയേണ്ടത്. അപ്പം ആ ഏരിയനെ ഞാൻ എങ്ങനെ എഴുതണം, -1 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0, ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അറിയുന്ന കാര്യം, -∞ to 0 എന്ന് പറയുന്ന ഈ ഏരിയ അല്ലെങ്കിൽ ഈ പ്രോബബിലിറ്റി 0.5 ആണ് മൈനസ്. ഇനി ഈ പ്രോബബിലിറ്റി കാണാൻ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസിൽ നോക്കുകയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് എടുത്തു. അതിൽ സെഡ് ഇസ് ഈക്വൽ ടു -1 ആണെച്ചാലും നമ്മൾ ഏത് നോക്കിയാൽ മതി, സെഡ് ഇസ് ഈക്വൽ ടു 1 നോക്കിയാൽ മതി. അപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു 1 നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.3413 എന്നാണ്. അപ്പോൾ ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. ദിസ് ഈസ് 0.5 മൈനസ് 0.3413. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇസ് ഈക്വൽ ടു 0.1587. ഇതാണ് നമ്മളുടെ പ്രോബബിലിറ്റി. ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ടു കംപ്ലീറ്റ് ദ ജോബ് വിത്ത് മോർ ദാൻ 12 hours ആണ്. അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അറിയുന്നത് കംപ്ലീഷൻ ടൈമിൻ്റെ ടേംസിൽ എഴുതുകയാണെന്ന് വെച്ചാൽ കംപ്ലീഷൻ ടൈം എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 12. ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിനെയും നമ്മൾ സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റുകയാണ്. അപ്പോൾ എക്സിനെ സ്റ്റാൻഡേർഡ് നോർമലാക്കാൻ എക്സിൽ നിന്ന് നമ്മൾ 8 മൈനസ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ 2 ചെയ്യുകയാണ്.
അതന്നെ നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള 12 ചെയ്യുന്നു. അപ്പോൾ 12 മൈനസ് 8 ഡിവൈഡഡ് ബൈ 2 എന്നും ചെയ്യുന്നു അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് മൈനസ് 8 ബൈ 2 ഈസ് അവർ സെഡ്. അപ്പോൾ സെഡ് ഈസ് ഗ്രേറ്റർ ദാൻ 12 മൈനസ് 8 ഈസ് 4. 4 ബൈ 2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിട്ട് മാറി? പ്രോബബിലിറ്റി ദാറ്റ് സെഡ് ഗ്രേറ്റർ ദാൻ 2 വേർ സെഡ് ഇസ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. ഈ പ്രോബബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് എടുക്കുകയാണ്. സെഡ് ഇസ് ഈക്വൽ ടു 0 നടുവിൽ വരും ആൻഡ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഇവിടെ നമുക്ക് വരാൻ പോകുന്നത് സെഡ് ഇസ് ഈക്വൽ ടു 2 ആണ് അല്ലേ. അപ്പോൾ സെഡ് 2 എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് സൈഡിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പോസിറ്റീവ് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്യാണ്. നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് സെഡ് ഇസ് ഈക്വൽ ടു 2. സെഡ് ഇസ് ഈക്വൽ ടു 2 ഈ സൈഡിലാണ് വരിക. നമുക്ക് വേണ്ടത് സെഡ് ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പോൾ സെഡിൻ്റെ വാല്യൂ 2നെക്കാട്ടും കൂടുക എന്ന് പറഞ്ഞാൽ എവിടെയാണ് വരിക? ഈ ഏരിയയിലാണ് വരിക. അതായത് 2 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഈ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടേബിൾ നോക്കിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഏത് ഏരിയ ആണ്? നമുക്ക് ഈ ഏരിയ, അതായത് 0 മുതൽ 2 വരെയുള്ള വാല്യൂസേ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടുള്ളൂ. 0 to 2 എന്ന് പറയുന്ന ഏരിയ ആണ് ടേബിളിൽ നിന്ന്, സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് നിന്ന് കിട്ടുക. പക്ഷെ നമുക്ക് ആവശ്യം ഏതാണ്? 2 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുന്നത് 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഈ ഏരിയയിൽ നിന്ന് നമ്മൾ ആരോ മൈനസ് ചെയ്ത് കളയാൻ പോവുകയാണ്. 0 മുതൽ 2 വരെയുള്ള ഈ ഏരിയനെ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗത്തിൻ്റെ പ്രോബബിലിറ്റി കിട്ടും. അപ്പോൾ ഞാനിതിനെ പ്രോബബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 2ന് ആദ്യം എങ്ങനെ എഴുതുന്നു? ഈ പകുതി ഏരിയ എന്ന് പറഞ്ഞാൽ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയ, അതിന് ഞാൻ പ്രോബബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് എഴുതുന്നു. മൈനസ് ഏത് ഏരിയ മൈനസ് ചെയ്യുന്നത്? 0 മുതൽ 2 വരെയുള്ള ഏരിയ. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2. ഇതാണ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു ഈ പകുതി ഏരിയ ഇസ് 0.5 മൈനസ് ഈ ഏരിയ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസിൽ നോക്കുകയാണ്. സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസിൽ സെഡ് ഇസ് ഈക്വൽ ടു 2വിൽ നോക്കുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ 0.4772 എന്നാണ്. അപ്പോൾ ഇവിടെ 0.4772 ആണ് മൈനസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു 0.0228. ഇതാണ് നമ്മളുടെ റിക്വയർഡ് പ്രോബബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. When the population is heterogeneous with respect to some characteristics but can be divided into a number of homogeneous subgroups, this method can be applied. Here we divide the population into different homogeneous subgroups known as strata, and from each stratum select the items proportionally using lottery method. This will constitute a stratified sample. For example, suppose we want to study the academic level of 1000 students in a college. Let us assume that this college consists of 500 first year, 300 second year and 200 third year students. In this situation, we can select a stratified random sample of 100 students. So, divide the whole students into 3 strata as first year, second year and third year students. Now from each stratum, select the students proportionally using any of the random sampling methods. That means we have to select 50 first year, 30 second year and 20 third year students respectively from each stratum. This will constitute a stratified random sample of 100 students. അപ്പം സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് പോപ്പുലേഷൻ ഹെട്രോജീനിയസ് ആകുമ്പോൾ, ഒരേപോലെയുള്ള ഐറ്റംസ് അല്ല, ഓരോന്ന് പല 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 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ഐറ്റംസ് ആണ് പോപ്പുലേഷനിലുള്ളതെങ്കിലാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോപ്പുലേഷനെ ഓരോ സ്ട്രാറ്റാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ സ്ട്രാറ്റാസ് എല്ലാം ഹോമോജീനിയസ് ആയിരിക്കും. ആ സ്ട്രാറ്റാസിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ സാമ്പിളിലേക്ക് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഐറ്റങ്ങളെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് യൂസിങ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് 100 is found to have mean 342.
Could it be reasonably regarded as a sample from a population with mean 330 where the population standard deviation is 66 at 5% level of significance? ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമ്മൾ ഒരു റാൻഡം സാമ്പിൾ ഓഫ് സൈസ് 100 ഈസ് ഫൗണ്ട് ടു ഹാവ് മീൻ 342 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു റാൻഡം സാമ്പിൾ ഉണ്ട്, അതിൻ്റെ സാമ്പിളിൻ്റെ സൈസ് n is equal to 100 ആൻഡ് അതിൻ്റെ മീൻ, അതായത് സാമ്പിളിൻ്റെ മീനാണ്. അപ്പോൾ എക്സ് ബാർ എന്ന് പറയാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു 342. ഇത് രണ്ടും നമുക്ക് തന്ന കാര്യമാണ്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്മളോട് ചോദിക്കുന്നത് ക്യാൻ ഇറ്റ് ബി റീസണബിളി റിഗാർഡഡ് ആസ് എ സാമ്പിൾ ഫ്രം എ പോപ്പുലേഷൻ വിത്ത് മീൻ 330. അപ്പോൾ 330 എന്ന് പറഞ്ഞ മീനുള്ള ഒരു പോപ്പുലേഷനിൽ നിന്ന് വന്നതാണോ ഈ സാമ്പിൾ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അതായത് പോപ്പുലേഷൻ്റെ മീൻ ടെസ്റ്റ് ചെയ്യേണ്ടത് പോപ്പുലേഷൻ്റെ മീൻ μ0 is equal to 330 എന്നാണ്. ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 66. അപ്പോൾ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ ഇസ് ഈക്വൽ ടു 66 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം. നമുക്ക് ഫസ്റ്റ് ഹിയർ we have to test H0 എന്താ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്? mu is equal to 330. പോപ്പുലേഷൻ്റെ മീൻ 330 ആണോ എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. എഗെയിൻസ്റ്റ് H1, എഗെയിൻസ്റ്റ് ദ ഓൾട്ടർനേറ്റീവ് H1 mu not equal to 330. ഇതാണ് നമ്മളുടെ null and alternative hypothesis. Then we have to fix alpha. Alpha നമുക്ക് 5% എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു 5%. ഇനി നമ്മളുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എഴുതണം. അപ്പോൾ വാട്ട് ഈസ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് തീരുമാനിക്കുന്നത് നമ്മൾ സാമ്പിൾ സൈസ് നോക്കി, ലാർജ് സാമ്പിളാണ്. അപ്പം സിഗ്മ അറിയാം. അപ്പം ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് സെഡ് ഇസ് ഈക്വൽ ടു സെഡാണ് അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് എക്സ് ബാർ മൈനസ് μ0 ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ √n. ഇതാണ് നമ്മളെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അതായത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ സ്റ്റാറ്റിസ്റ്റിക് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 342 മൈനസ് 330 ഡിവൈഡഡ് ബൈ 66 ബൈ √100. ഇതാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ബൈ 66 ബൈ 10 ഇങ്ങനെ വരുന്നു. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് കിട്ടാവുന്ന വാല്യൂ 1.82 ആണ്. ഇതാണ് നമ്മളുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂ 1.82. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയേണ്ടത് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ. ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ BCR ഇസ് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജനെ നമ്മൾ തീരുമാനിക്കുന്ന ഒരു കാര്യം നമ്മൾ ഓൾട്ടർനേറ്റീവാണ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഇസ് എ 2-tailed ടെസ്റ്റ്. നോട്ട് ഈക്വൽ ടു എന്നൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ അതൊരു 2-tailed ആണ്. അപ്പോൾ നമ്മൾ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ മോഡുലസ് വരുന്ന ക്രിട്ടിക്കൽ റീജൻ. അപ്പോൾ മോഡുലസ് ഓഫ് സെറ്റ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഏത് വാല്യൂ ആണ് നമ്മളിവിടെ എഴുതുന്നത് എന്ന് ആൽഫയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ 5% ആയതുകൊണ്ട് ഇവിടെ വരേണ്ട വാല്യൂ 1.96 ആണ്. അപ്പോൾ എന്താ നമ്മുടെ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ? മോഡുലസ് ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.96. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സെഡിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ 1.96-നെക്കാട്ടും കൂടുതലാണെങ്കിലാണ് നമ്മൾ റിജക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കി നമുക്ക് കിട്ടിയ മോഡുലസ് സെഡിൻ്റെ മോഡുലസ് വാല്യൂ എന്താണ്? മോഡുലസ് ഓഫ് 1.82. ദറ്റ് ഈസ് 1.82 അല്ലേ? 1.82 1.96-നെക്കാട്ടും ചെറിയൊരു വാല്യൂ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്, റിജക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. Therefore we will accept H0. We will accept the null hypothesis H0 that mu can be regarded as 330. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A random sample of 120 villages taken from a certain district shows the average population per village as 480 with a standard deviation 50. Another random sample of 160 villages from the neighboring district shows the average population per village as 440 with a standard deviation 60. Test whether the average population per village for these two districts differ significantly at 5% level of significance. അതായത് ഇവിടെ 2 വില്ലേജുകളിൽ നിന്നുള്ള ഡാറ്റയാണ് നമ്മൾക്ക് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് വില്ലേജിൽ
120 വില്ലേജസ് ഉണ്ട്. ഫസ്റ്റ് സാമ്പിളിൽ എത്ര വില്ലേജസ് ഉണ്ട്? 120 വില്ലേജസ് ഉണ്ട്. ഫസ്റ്റ് ഡിസ്ട്രിക്റ്റിലുള്ളതാണ്. അപ്പോൾ അതിനെ ഫസ്റ്റ് സാമ്പിളാണ്, അതിൻ്റെ സൈസിന് N1 എന്ന് കൊടുക്കാം. N1 ഇസ് 120 അല്ലേ. ആൻഡ് അവിടെയുള്ള ആവറേജ് പോപ്പുലേഷൻ, അതായത് ഫസ്റ്റ് സാമ്പിളിൽ നിന്നുള്ള പോപ്പുലേഷൻ, അതായത് x1 ബാർ, ഫസ്റ്റ് സാമ്പിളുടെ മീൻ എന്ന് പറയാം. x1 ബാർ ഇസ് ഈക്വൽ ടു 480 ആൻഡ് ഇറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ആ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ S1 ഇസ് ഈക്വൽ ടു 50. ഇനി സെക്കൻഡ് ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള സാമ്പിളാണ് N2. എത്ര വില്ലേജസ് ആണുള്ളത്? 160 വില്ലേജസ് ആണുള്ളത്. അവരുടെ മീൻ x2 ബാർ ഇസ് ഈക്വൽ ടു 440 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദെയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ S2 ഇസ് ഈക്വൽ ടു 60. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ആവറേജ് പോപ്പുലേഷൻ പെർ വില്ലേജ് ഫോർ ദീസ് 2 ഡിസ്ട്രിക്ട്സ് ഡിഫർ സിഗ്നിഫിക്കൻ്റ്ലി. അപ്പോൾ 2 ഡിസ്ട്രിക്റ്റുകളുടെയും ആവറേജ് പോപ്പുലേഷൻ ഡിഫർ ചെയ്യുന്നുണ്ടോ എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് H0 μ1 ഇസ് ഈക്വൽ ടു μ2. ഇപ്പോൾ 2 സെറ്റ് പോപ്പുലേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഡിസ്ട്രിക്റ്റിലത്തെ പോപ്പുലേഷന് ആവറേജിനെ ഞാൻ μ1 കൊണ്ടും സെക്കൻഡ് ഡിസ്ട്രിക്റ്റിൻ്റെ പോപ്പുലേഷൻ്റെ ആവറേജിനെ μ2 കൊണ്ടും ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ H0 നമ്മളെപ്പോഴും ഈക്വൽ ടു ആണ് എടുക്കുക. അപ്പോൾ H0 μ1 ഇസ് ഈക്വൽ ടു μ2 എഗെയിൻസ്റ്റ് H1 μ1 നോട്ട് ഈക്വൽ ടു μ2. ഇതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വി വിൽ ഫിക്സ് ആൽഫ. ആൽഫ ഇസ് ഗിവൺ ആസ് 5%. ആൽഫ 5% തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് എഴുതുന്നത്. അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് തന്നിരിക്കുന്ന ഡാറ്റയുടെ ബേസിസിൽ N1 N2 ഒക്കെ ലാർജ് ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സെഡ് സ്റ്റാറ്റിസ്റ്റിക് ആണ് ഇവിടെ. ആൻഡ് ഇറ്റ് ഈസ് x1 ബാർ മൈനസ് x2 ബാർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് S1 സ്ക്വയർ ബൈ N1 പ്ലസ് S2 സ്ക്വയർ ബൈ N2. ഇതാണ് നമ്മളെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു 480 മൈനസ് 440 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് S1 സ്ക്വയർ ബൈ N1 50 സ്ക്വയർ ബൈ 120 പ്ലസ് S2 സ്ക്വയർ ബൈ N2 60 സ്ക്വയർ ബൈ 160. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 6.076 എന്നാണ്. 6.076 ആണ് നമ്മളെ കാൽക്കുലേറ്റഡ് വാല്യൂ. ഇനി നമുക്ക് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എഴുതാം. ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഇസ്, ഇവിടെയും നമ്മൾ മോഡുലസ് സെഡ് ആണ് വരുന്നത്. കാരണം നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു വരുന്നതാണ്. അപ്പം മോഡുലസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5% ആയതുകൊണ്ട് 1.96 തന്നെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ. അപ്പോൾ നമുക്ക് കിട്ടിയ സെഡിൻ്റെ മോഡുലസ് നോക്കാം. ദറ്റ് ഈസ് 6.076. പോസിറ്റീവ് വാല്യൂ തന്നെയാണ്. ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 1.96. അപ്പോൾ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടുണ്ട്. ദെർഫോർ വി വിൽ റിജക്റ്റ് H0. We will reject the null hypothesis H0. That means μ1 is not equal to μ2. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A random sample of size 12 drawn from a normal population is 34, 23, 46, 57, 36, 28, 41, 45, 22, 30, 44 and 32. Test whether the population variance is 6 at alpha is equal to 0.05. അപ്പോൾ നമുക്കിവിടെ ഒരു 12 സൈസുള്ള ഒരു സാമ്പിളാണ് തന്നിരിക്കുന്നത്. സാമ്പിളിൽ ഡയറക്റ്റായിട്ട് സാമ്പിൾ വാല്യൂസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത് പോപ്പുലേഷൻ വേരിയൻസ് ആണ്. പോപ്പുലേഷൻ്റെ വേരിയൻസ് 6 ആണോ എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് പോപ്പുലേഷൻ്റെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ, അത് 6 ആണോ എന്നാണ് നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് H0 സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 എഗെയിൻസ്റ്റ് H1. H1 എപ്പോഴും 1 tailed ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുക. സിഗ്മ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 6. ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് എന്താണ്? H0 സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 എഗെയിൻസ്റ്റ് H1 സിഗ്മ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 6. ഇനി നമുക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ എഴുതാം. ഇറ്റ് ഈസ് ഗിവൺ ആസ് 0.05.
അതാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഇത് പോപ്പുലേഷൻ്റെ വേരിയൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കാണ് നമ്മൾ എടുക്കുന്നത്. പോപ്പുലേഷൻ്റെ വേരിയൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇസ് എ കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് ദറ്റ് ഈസ് ഈക്വൽ ടു NS സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ നോട്ട് സ്ക്വയർ. ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എസ് സ്ക്വയറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിരിക്കും അല്ലേ. എസ് സ്ക്വയർ നമുക്ക് അറിയില്ല, നമുക്ക് ജസ്റ്റ് സാമ്പിൾ ഒബ്സർവേഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ സാമ്പിളിൻ്റെ ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ, എക്സ് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ എസ് സ്ക്വയർ കാണാനുള്ള ഫോർമുല നമ്മൾ കാൽക്കുലേഷന് എളുപ്പമുള്ളതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് സമ്മേഷൻ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ n മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം ഇവിടെ എസ് സ്ക്വയറിനെ കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് n അറിയാം അല്ലേ, എന്നിൻ്റെ വാല്യൂ n is equal to 12 എന്നറിയാം. സിഗ്മ നോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസിൽ പറഞ്ഞിരിക്കുന്ന സിഗ്മ സ്ക്വയറിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് വേണ്ടത് എസ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്കിവിടെ എസ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. എസ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിൻ്റെ വാല്യൂ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എഴുതുക, അവരുടെ സമ്മേഷൻ എക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 438 ആണ്. അപ്പോൾ സമ്മേഷൻ എക്സ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എക്സ് ബാർ എഴുതാം. എക്സ് ബാർ ഇസ് സമ്മേഷൻ എക്സ് ബൈ n that is 438 divided by 12 which is equal to 36.5. ഇതാണ് എക്സ് ബാർ. ഇനി നമ്മൾ എക്സ് സ്ക്വയറുകൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഇതിൻ്റെയൊക്കെ സ്ക്വയറുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സമ്മേഷൻ നമുക്ക് വേണം. സമ്മേഷൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 17,180. അപ്പോൾ അതും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എസ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യും. എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ n മൈനസ് എക്സ് ബാർ സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു 17,180 ഡിവൈഡഡ് ബൈ 12 മൈനസ് എക്സ് ബാർ സ്ക്വയർ ദറ്റ് ഈസ് 36.5 ദ ഹോൾ സ്ക്വയർ. ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന എസ് സ്ക്വയറിൻ്റെ വാല്യൂ 99.42 ആണ്. ദിസ് ഇസ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ അല്ലേ. അപ്പം നമ്മളിനി ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദെർഫോർ അവർ കൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 12 into 99.42 divided by sigma naught square. Sigma naught square is 6. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 198.84 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇതാണ് നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന് കിട്ടിയ വാല്യൂ. ഇനി നമുക്ക് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എഴുതാം. അപ്പം നമ്മുടെ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഇസ് കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ ആൽഫ എന്നാണ്. ഇവിടെ കൈ സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് ടേബിൾ വാല്യൂ ആണ്. അത് കൈ സ്ക്വയർ ടേബിളിൽ നമ്മൾ n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും നമ്മൾ ആൽഫ 0.05 ആൽഫയിൽ നോക്കണം. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞത് 12 ആണ്. അപ്പോൾ നമ്മൾ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നോക്കണം? 11 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും ആൽഫ 0.05ലും നമ്മൾ കൈ സ്ക്വയർ ടേബിൾസിൽ നോക്കിയാലാണ് നമുക്ക് ഈ ടേബിൾ വാല്യൂ കൈ സ്ക്വയർ ആൽഫ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കൈ സ്ക്വയർ ടേബിൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആൽഫ എന്ന് വരുന്നത് 0.05ലും ഡിഗ്രി ഓഫ് ഫ്രീഡം 11ലും നമ്മൾ നോക്കുമ്പം നമുക്ക് കിട്ടുന്ന ടേബിൾ വാല്യൂ 19.675 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 19.675. ഇത് നമ്മളുടെ ടേബിൾ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ കൈ സ്ക്വയറിൻ്റെ വാല്യൂ ഇസ് 198.84 which is greater than the table value 19.675 അല്ലേ. അപ്പോൾ നമ്മൾ കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ ആൽഫയാണ് ഇവിടെ കിട്ടുന്നത്. ദെർഫോർ വി വിൽ റിജക്റ്റ് എച്ച് നോട്ട്. അപ്പോൾ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്താൽ നമ്മൾ പറയുകയാണ് സിഗ്മ സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ 6 എന്ന് പറഞ്ഞ കൺക്ലൂഷനിലേക്കാണ് നമ്മളിവിടെ എത്താൻ പോകുന്നത്.